ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു അമ്മനക്കുട്ടൻ .4ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡിയോയുടെ സ്പാർക്ക് പ്ലഗ് മാറുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യമേ തന്നെ ഈ ഡിക്കി അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഡിക്കി അടിക്കുന്നതിന് വേണ്ടി ആദ്യമേ കാണുന്ന ഡിക്കി നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനകത്ത് 10ന്റെ 4 ബോൾട്ടുകൾ വരുന്നുണ്ട്. ഈ കാണുന്ന രണ്ടെണ്ണം, പിന്നെ ഇത് ഒരെണ്ണം, ഈ ലേഡീസ് ഹാൻഡ് വരുന്ന ഒരെണ്ണം, പിന്നെ 2 സ്റ്റാൻഡ് സ്ക്രൂ, പിന്നെ 2 സൈഡിലായിട്ട് 2 സ്റ്റാൻഡ് സ്ക്രൂ വരുന്നുണ്ട്. അത് രണ്ടെണ്ണം. നമ്മൾ സ്റ്റാൻഡ് സ്ക്രൂ ആണ് ആദ്യമേ ഊരുന്നത്. ഒരു സ്റ്റാൻഡ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്റ്റാൻഡ് സ്ക്രൂ ഈ 4 നമ്മൾ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ. അതിനുശേഷം മാത്രമേ നമ്മൾ 10ന്റെ ബോൾട്ടുകൾ അഴിക്കുകയുള്ളൂ. ഈ 2 സ്റ്റാർ സ്ക്രൂ ആദ്യമേ ഊരി, അതിനുശേഷം നമ്മൾ 10ന്റെ ബോൾട്ടുകളാണ് ഊരിയെടുക്കുന്നത്. ലേഡീസ് ഹാൻഡിൽ വരുന്ന ഒരു ബോൾട്ടും, പിന്നെ അടി വരുന്ന 2 10ന്റെ ബോൾട്ടുമാണ് ഊരിയെടുക്കുന്നത്. 10ന്റെ ടീ സ്പാനർ ഉപയോഗിച്ചാണ് നമ്മൾ ബോൾട്ടുകളെല്ലാം ഊരിയെടുക്കുന്നത്. ഇനി അടിവശത്തായിട്ട് വരുന്ന സ്റ്റാൻഡ് സ്ക്രൂ ആണ്. അത് രണ്ടെണ്ണമാണ് ഇനി ഊരുന്നത്. അത്യാവശ്യം തുരുമ്പൊക്കെ എടുത്തിരിക്കുകയായിരുന്നു, വെള്ളം വീടുന്ന ഭാഗമായതുകൊണ്ട് തുരുമ്പെടുത്തിരിക്കുകയായിരുന്നു. ആ 2 സ്റ്റാർ കൂടി ഇനി സൈഡ് വരുന്ന സ്റ്റാൻഡ് സ്ക്രൂ ആണ് ഊരുന്നത്. 2 സൈഡിലായിട്ടും 2 സ്ക്രൂ വരുന്നുണ്ട്. അതുകൂടി ഊരിയാലേ നമ്മുടെ ഈ ഡിക്ക് ഓപ്പൺ ആയിട്ട് വരുള്ളൂ. ഈ വശത്തെയും സ്റ്റാൻഡ് സ്ക്രൂ ആണ് നമ്മൾ ഊരുന്നത്. ഇപ്പോൾ അതുകൂടി ഊരിയെടുത്തതിന് ശേഷം ഡിക്ക് നമ്മൾ പൊക്കിങ് എടുത്താൽ മതി. ചെറിയ ലോക്കൊക്കെ ഉള്ള ലോക്ക് തന്നെ ഊരി വന്നോളും. ഡിക്ക് മുകളിലോട്ട് പൊക്കുമ്പോൾ ഊരി അത് വന്നോളും. ഡിക്കി ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുമ്പോഴത്തേക്കും ഡിക്കി മുകളിലോട്ട് ഊരി വരും. ആ ഡിക്കി നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പ്ലഗ് അഡാപ്റ്ററാണ് ഇത്. അത് കൈ കൊണ്ടൊന്ന് വലിച്ചു വരുമ്പോഴത്തേക്കും അത് ഊരിപ്പോരും. ചെറിയൊരു ടൈറ്റേ കാണത്തുള്ളൂ. അത് ചെറിയ ലോക്കിനകത്താണ് ഇരിക്കുന്നത്. നമ്മൾ അഡാപ്റ്റർ പതുക്കെ ഊരി മാറ്റിയതിന് ശേഷം ഇനി പ്ലഗാണ് ഊരാൻ പോകുന്നത്. ഈ ഒരു ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്ലഗ് ഊരുന്നത്. അത് നമ്മുടെ വണ്ടിക്കകത്ത് വരുന്നൊരു സ്പെഷ്യൽ ടൂളാണ്. പ്ലഗ് ഊരുന്നതിന് വേണ്ടിയുള്ള ടൂളാണ്. ഈ ടൂള് നമ്മൾ അകത്തോട്ട് കയറ്റി വെച്ച് ഒരു 16-17ന്റെ റിംഗ് സ്പാനർ ഉപയോഗിച്ചാണ് ഊരുന്നത്. 16ന്റെ വശമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു പ്ലഗ്. ഈ പ്ലഗ് നമ്മൾ ഏകദേശം ഒരു 15,000 അല്ലെങ്കിൽ ഒരു 20,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും പ്ലഗ് മാറേണ്ടത് അത്യാവശ്യമാണ്. പ്ലഗ് മാറിയാലേ നമുക്ക് കറക്റ്റ് മൈലേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്പാനറിട്ട് അത് ഊരിയാണ്, കൈകൊണ്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം പ്ലഗിന് നല്ല പഴക്കം വന്നിട്ടുണ്ടായിരുന്നു. ടിപ്പൊക്കെ നന്നായിട്ട് അകന്നു, കാർബണൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പ്ലഗിനകത്ത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് പുതിയ പോഷിൻ്റെ പ്ലഗാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 100 രൂപ വന്നു പ്ലഗിന്. നമ്മൾ എപ്പോഴും പ്ലഗ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ത്രെഡ് കാര്യങ്ങൾ നീളം കറക്റ്റാണോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷമേ നമ്മൾ പ്ലഗ് എപ്പോഴും സെറ്റ് ചെയ്യാവുള്ളൂ. പ്ലഗ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം കൈ കൊണ്ട് കറക്കി പിടിപ്പിക്കുക. അല്ലെങ്കിൽ റോങ് ത്രെഡ് വന്നു കഴിഞ്ഞാൽ ഹെഡ് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം കൈ കൊണ്ട് തന്നെ ത്രെഡ് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സ്പാനർ ഉപയോഗിക്കാവുള്ളൂ, അതിൻ്റെ ടൂൾ ഉപയോഗിക്കാവുള്ളൂ. ടൂളിട്ട് മാക്സിമം കൈ കൊണ്ട് തന്നെ തിരിച്ച് കയറ്റുക. അതിനുശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ ഒന്നെങ്കിൽ റിംഗ് സ്പാനർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടായാലും നമുക്കത് മുറുക്കാം. ഹോളിനകത്തൂടി ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് മുറുക്കാൻ പറ്റും. എളുപ്പത്തിന് വേണ്ടി നമ്മൾ റിംഗ് സ്പാനർ ഉപയോഗിച്ചാണ് മുറുക്കുന്നത്. റിംഗ് സ്പാനർ ഇട്ട് മുറുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കുക. ആ പ്ലഗ് നമ്മൾ എത്രത്തോളം ടൈറ്റിൽ അഴിച്ചത് ആ ഒരു ടൈറ്റിൽ തന്നെ മുറുക്കാൻ പാടുള്ളൂ.
നമ്മൾ പ്ലഗ് കറക്റ്റ് ടൈറ്റിൽ മുറുക്കിയപ്പോൾ ഇനി നമ്മൾ സ്പാനർ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ റിങ് ഊരിയെടുത്ത് അതിനുശേഷം നമ്മൾ ഈ ടൂള് ഊരിയെടുക്കുക. ഇനി അടുത്തത് നമ്മൾ പ്ലഗിൻ്റെ അഡാപ്റ്ററാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പ്ലഗ് അഡാപ്റ്റർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറിയ ലോക്കുണ്ട് ആ പ്ലഗിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കമ്പി പോലെ ഉണ്ട്. അത് കറക്റ്റ് ലോക്കായിട്ട് വീഴണം ഈ അഡാപ്റ്റർ. ഈ അഡാപ്റ്ററിനകത്താണ് ചെറിയൊരു കമ്പി പോലെ ഇരിപ്പുണ്ട് ലോക്ക്. അത് നമ്മളിപ്പോൾ കൈകൊണ്ട് മാക്സിമം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്ലഗ് അഡാപ്റ്ററും സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വണ്ടിയുടെ ഡിക്കിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിക്കി എടുത്ത് കയറ്റി വെച്ചിട്ട് നമ്മുടെ ആ ബോൾട്ടുകളെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ 4 ബോൾട്ടും പിന്നെ സ്റ്റാറിൻ്റെ ഒരു 6 സ്ക്രൂവും വരുന്നുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ലോക്കൊക്കെ പിടിച്ചിട്ടതിന് ശേഷം ബോൾട്ടുകളെല്ലാം മുറുകി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റായിട്ടും ചെയ്യുക. ഓക്കെ.